നോബൽ മാരിക്കാരൻ നമുക്കൊപ്പമുണ്ട്. നോബൽ മാരിക്കാരൻ, നരേന്ദ്രമോദിയിൽ ആകൃഷ്ടയായി ബി.ജെ.പിയിലേക്ക് പത്മജ വേണുഗോപാൽ എത്തുന്നത് സ്വാഭാവികമായി നടന്ന ഒരു പ്രക്രിയയാണോ, അതോ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് പത്മജയെ ബി.ജെ.പിയിലേക്ക് എത്തിക്കുന്നതിനായുള്ള നീക്കങ്ങൾ കേരള ബി.ജെ.പിയിൽ നടന്നിരുന്നു? സുജിയ, പത്മജ വേണുഗോപാലിനെ ബി.ജെ.പിയിൽ എത്തിയത് കൃത്യമായ ആലോചനകളും അതോടൊപ്പം തന്നെ കൃത്യമായ ആശയവിനിമയം നടത്തിയ ശേഷം മാത്രമാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിൽ ഏറ്റവും അധികം മുൻപിട്ട് നിന്നത് ദേശീയ നേതൃത്വമാണ് ബി.ജെ.പിയുടേത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ദേശീയ നേതൃത്വ ഇടപെടലാണ് പത്മജ വേണുഗോപാലിനെ ഇത്തരത്തിൽ ബി.ജെ.പിയിൽ എത്തിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ ചലനങ്ങൾ ഇത് ഉണ്ടാക്കും എന്ന കാര്യത്തിലും സംശയം വേണ്ട. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഈ വിഷയത്തിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ പത്മജ എന്ന് പറയുന്ന വ്യക്തിക്കപ്പുറം കെ കരുണാകരൻ്റെ മകൾ എന്ന ഒരു ലേബൽ ഉണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ ലോക്സഭയിലടക്കം അല്ലെങ്കിൽ നിയമസഭയിൽ അടക്കം മത്സരിച്ച നേതാവ് എന്ന പാരമ്പര്യമുണ്ട്. അത്തരത്തിൽ ജനങ്ങളുമായി ബന്ധമുള്ള നേതാവ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് എത്തുമ്പോൾ വലിയ വിമർശനങ്ങൾ കോൺഗ്രസിനെതിരെ ഉയർത്തിയിരിക്കുന്നു എന്ന് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം മുതൽ മുകളിലേക്കുള്ള നേതാക്കൾക്കൊക്കെ വിമർശനം നൽകിക്കൊണ്ടാണ് എന്താണെങ്കിലും പത്മജ വേണുഗോപാലിന്റെ ഈ ബി.ജെ.പി പ്രവേശനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിൽ താൻ അസംതൃപ്തി ആയിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം താൻ നൽകിയ പരാതികൾ അതെല്ലാം ചവിട്ടുകൊട്ടയിൽ ഇട്ടു എന്നുള്ളതാണ് തനിക്ക് KPCC അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്നാണ് വ്യക്തമാക്കുന്നത്. കോൺഗ്രസിൽ നേതൃത്വമില്ല, അന്ന് വിമർശനം ഉണ്ട്. അത്തരത്തിൽ വലിയ പാർട്ടിക്കും അത്യാവശ്യം ശക്തമായ നേതൃത്വം ഇല്ല എന്നാണ്. എന്നാൽ നടപടികൾ താൻ പല ഘട്ടങ്ങളിൽ ഹൈക്കമാൻഡിനെ ഉൾപ്പെടെ കണ്ടുകൊണ്ട് ഇതിൽ പരാതികൾ നൽകിയെങ്കിലും ഹൈക്കമാൻഡ് ഉൾപ്പെടെ തന്റെ പരാതികൾ പരിഗണിച്ചില്ല എന്ന വിമർശനം കൂടി ഉയർത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വിഷയമുണ്ട് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അച്ഛൻ പോയപ്പോൾ പോലും പാർട്ടി വിട്ടു പോകാത്ത ആളാണ് താൻ. വലിയ ധൈര്യം തരുന്ന അത്തരത്തിൽ പാർട്ടി വിട്ടു പോകാത്ത സാഹചര്യം അന്ന് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തോൽപ്പിച്ചവരുടെ പേര് ഏതെങ്കിലും കാലത്ത് പറയും എന്ന് കൂടി പറയുകയാണ്. അതോടൊപ്പം തന്നെ തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന സൂചന നൽകിയാണ് പത്മജ വേണുഗോപാൽ ഇപ്പോൾ ദില്ലിയിലെ ബി.ജെ.പി ആസ്ഥാനത്ത് അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്.